ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സ്വയം വിമർശനം. പാർട്ടിക്ക് സംഘടനാ ദൗർബല്യങ്ങളെന്ന് പരാമർശം. നേതാക്കൾ സൂക്ഷിച്ച് സംസാരിക്കണം. EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണെന്നും റിപ്പോർട്ടിൽ. പാർട്ടിയിലെ പ്രായപരിധി നേരത്തെയുള്ളതെന്ന് മുതിർന്ന CPIM നേതാവ് S രാമചന്ദ്രൻ പിള്ള. പുതിയ തലമുറയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. സാങ്കേതികമായി പ്രയാസമുള്ള വിഷയമല്ലെന്നും S രാമചന്ദ്രൻ പിള്ള കേരള വിഷൻ ന്യൂസ്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങിയത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. നടപടി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ. കേസിന് പിന്നിൽ MS സൊല്യൂഷനെ തകർക്കാനുള്ള സ്വകാര്യ സ്ഥാപനത്തിന്റെ ശ്രമമെന്ന് ഷുഹൈബ്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആക്രമണം ആസൂത്രണം ചെയ്തവരിലേക്കും അന്വേഷണം. കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കുക. മെറ്റാ വിവരം ലഭിച്ച ശേഷം. നഞ്ചക്കിന്റെ പേരിൽ മാത്രം പ്രധാന പ്രതിയുടെ പിതാവിനെ പ്രതി ചേർക്കാനാവില്ലെന്ന് പോലീസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായത് തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി ഹരി. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് മോഷ്ടിക്കാനെന്ന് പ്രതി. ചരക്കു ട്രെയിൻ കടന്നുപോകുമ്പോൾ റെയിൽ കഷ്ണം തട്ടിത്തെറിപ്പിച്ചു. ഒഴിവായത് വൻ ദുരന്തം. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 25ാം ദിവസം തുടരും. വേതന വർധനയുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആശാമാർ. മറ്റന്നാൾ വനിതാ ദിനത്തിൽ മഹാസംഘം. മലപ്പുറത്ത് കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പ്രതി അറസ്റ്റിൽ. കരുവാരക്കുണ്ട് സ്വദേശി ജെറിനെ അറസ്റ്റ് ചെയ്തത് വനം വകുപ്പിന്റെ പരാതിയിൽ. അർത്തല എസ്റ്റേറ്റിന് സമീപം കടുവയെ കണ്ടെന്ന വീഡിയോ പ്രചരിപ്പിച്ചത് പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തു. SDPI ഓഫീസുകളിൽ EDയുടെ രാജ്യവ്യാപക റെയ്ഡ്. പരിശോധന 10 സംസ്ഥാനങ്ങളിലായി 14 ഇടങ്ങളിൽ. ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്തും കേരളത്തിൽ 3 ഇടങ്ങളിലും പരിശോധന. ED നടപടി ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ. EDയുടെ റെയ്ഡ് പുരോഗമിക്കവേ അന്വേഷണത്തിലേക്ക് കടന്ന് NIA. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം. വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് ഖലിസ്ഥാൻ വിഘടനവാദികൾ. ആക്രമണശ്രമം തടഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും പ്രകോപനപരമായ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നുവെന്ന് ഇന്ത്യ. ഹമാസിന് അന്ത്യശാസനവുമായി അമേരിക്ക. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. സഹകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് എല്ലാ സഹായങ്ങളും അമേരിക്ക നൽകും. ഗസയിൽ നിന്ന് ഹമാസ് പിന്മാറിയില്ലെങ്കിൽ ഒരാളും സുരക്ഷിതരല്ലെന്നും US. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയതിന് പിന്നാലെ.